ഇപ്പോൾ നമുക്കൊപ്പം സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ കൂടി ചേരുകയാണ്. ഇനി ഒരിക്കലും ഓർക്കരുതെന്ന് കരുതിയ ഒരുപാട് സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ് നിതിന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളെന്നറിയാം. താൻ കടന്നുപോയ വേദന അത് ബോധ്യമുള്ളത് കൊണ്ടാകും ഇന്ന് അവിടെ വരെ എത്തി ആ കുടുംബത്തെ കാണാൻ പ്രേരിപ്പിച്ചത്. ഒരു കുട്ടിക്ക് കൂടി സമാനമായ, സിദ്ധാർത്ഥ് എന്താണോ നേരിട്ടത് അതിന് സമാനമായ അനുഭവം ഉണ്ടാകുന്നു എന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? ഹലോ മേഡം, നമ്മൾ സംശയത്തിന്റെ വക്കില് എത്താൻ വേറൊരു വിഷയം കൂടെ ഉണ്ടായി. ഇത്രയും ഒരു മൃഗീയമായ ഒരു സംഭവം നടന്നിട്ട് ആ കുട്ടിയുടെ ബോഡി കാണാൻ അവിടെ നിന്ന് ഒരു അധ്യാപകനോ അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളോ ഒരു കുട്ടിയോ ഈ നിതിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ എത്രയോ അനുഭവങ്ങൾ, ഏതെല്ലാം സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. അപ്പോൾ അവിടെ ഒന്നും വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ ഇവിടെ വരാത്തത്. ആ സ്ഥാപനത്തിൽ പഠിച്ച് അവിടെ വെച്ച് സംഭവിച്ച ഒരു കുട്ടിയുടെ മരണമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വരാത്തതിൻ്റെ പേരിൽ കൂടെ വരുമ്പോൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ഇത് ആത്മഹത്യയല്ല, ഇതിലെന്തോ ദുരൂഹത, മറ്റേതോ ഒരു ദുരൂഹത ഉണ്ടെന്നുള്ള കാര്യത്തിന് ഒരു ഉറവിടമായി ഈ സംഭവത്തെ ഞാൻ കാണുകയാണ്. കൂടുതൽ സംശയങ്ങൾ ഉയരുന്നു എന്നതാണ്. ഓക്കെ, ഷീബ, എന്നെ കേൾക്കാമോ? ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? ഹലോ, ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? പറഞ്ഞോളൂ. ഞാനിന്ന് അവിടെ ആ നിതിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാ. 2 വർഷമായിട്ട് പോലും നമുക്ക് ആ ദുഃഖത്തിൽ നിന്ന് ഒരു അംശം പോലും കുറഞ്ഞിട്ടില്ല. അപ്പോ ഇനി അവർ എത്ര കാലം പിടിച്ചു നിൽക്കുമെന്നൊന്നും അറിയില്ല. ആ അമ്മയ്ക്കും അച്ഛനും അവര് എല്ലാ രീതിയിലും ശരിക്കും അവര് ക്ഷീണിതരാണ് എല്ലാ രീതിയിലും. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇവർക്കുണ്ടായിരുന്ന ഈ പ്രതികൾ, ഞങ്ങളുടെ കാര്യത്തിൽ പ്രതികൾക്ക് കൊടുത്തിയ സംരക്ഷണം അല്ലെങ്കിൽ അധ്യാപകർക്കും ഈ പ്രതികളായ വിദ്യാർത്ഥികളെ തിരികെ എടുക്കാനും അല്ലെങ്കിൽ സസ്പെൻഷൻ എന്നുള്ള പേരിന് മാറ്റി നിർത്തി ഒരു പേര് അതിന് മാറ്റി നിർത്തിയിട്ട് തിരികെ എടുക്കാൻ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ എല്ലാ കാര്യങ്ങളും അവർക്കൊരു ഒത്താശയാണ്. ഒത്താശ എന്ന് പറയുമ്പോൾ ഈ ഡീനിനെ, അസിസ്റ്റന്റ് വാർഡനെ എം കെ നാരായണനെ, കാന്തനാഥനെ തിരികെ എടുക്കാൻ വേണ്ടി അവിടെ ബക്കറ്റ് പിരിവുകൾ നടത്തി അവരെ സംരക്ഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എത്രത്തോളം കുറയുന്നുണ്ടോ അത്രയും ഇതുപോലെ ഇനിയും നമ്മൾ കാണേണ്ടി വരുന്നു. ഞങ്ങൾ അന്ന് മുതലേ പ്രാർത്ഥിക്കുന്നതാണ്, ഒരു കുടുംബത്തിൽ ഇനി ഇതുപോലൊരു വിഷമം ഉണ്ടാകരുത്. അതിനുവേണ്ടി ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ കേസിന്റെ പുറകെ നടക്കുകയാണ്. ആർക്കും സഹിക്കാൻ പറ്റില്ല. അത് ഇനി ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? വീണ്ടും അത് തന്നെ ഉണ്ടാകുന്നുവെങ്കിൽ കാരണം ശിക്ഷയുടെ ഇളവ് തന്നെയാണ്. 19 പ്രതികളെയും സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഈ 19 പ്രതികളും കൂടെ ബാക്കി കുറച്ചുപേരുണ്ട്, അത് പുറത്തുപോലും വന്നിട്ടില്ല. അവരെ സംരക്ഷിച്ച അവിടുത്തെ എല്ലാ പേരും SFIയുടെ യൂണിയൻ നേതാക്കളും അതിലെ പ്രവർത്തകരുമാണ്. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നാണ് പല രീതിയിലും സംരക്ഷണം ഉണ്ടായിട്ടുള്ളത്. അന്ന് മുതൽ അന്നത്തെ രാത്രി കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തീരും മുൻപേ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മരണം എന്ന് ഞങ്ങളെ അറിയിച്ചു. അപ്പൊ ഞങ്ങളത് വിശ്വസിച്ചു എന്നുള്ളതിൽ ഈ 19 പേരും കുഞ്ഞിന്റെ കൂടെ ഇവിടെ ചടങ്ങിലെല്ലാം പങ്കെടുത്തിട്ട് അവർ തിരികെ പോയത് സന്തോഷത്തോടെയാണ്. അതായത് അവർക്ക് പേടിയില്ല, ഈ സംരക്ഷിക്കാൻ ആളുണ്ട്, ഇനി നമുക്ക് പേടിക്കണ്ട. 1 മാസം അല്ലെങ്കിൽ 2 മാസം അധ്യാപകർക്ക് അങ്ങനെയാണ്. അധ്യാപകർക്കായിരുന്നാലും 1 മാസം പുറത്തു നിന്നാൽ കൂടുതൽ ശമ്പളത്തോടു കൂടി തിരികെ അവർക്ക് ഉത്തമമായ ഒരു സ്ഥലത്ത് തിരികെ എത്താം എന്നുള്ള ഒരു ധൈര്യമാണ്. തീർച്ചയായും അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ അതും ഒരു കാരണമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നതും ഞാൻ കേട്ടിരുന്നു. ഈ നിതിന്റെ സംഭവത്തിലും നിതിൻ ചെറുത്തു നിൽക്കാൻ മാക്സിമം ട്രൈ ചെയ്തു. സിദ്ധാർത്ഥിന്റെ സംഭവത്തിലും നമുക്കറിയാം സിദ്ധാർത്ഥും എങ്ങനെയാണ് ആ ചെറുത്തു നിൽപ്പിന് ശ്രമിച്ചതെന്ന്. സമാനതകൾ ഒരുപാട് തോന്നുന്നുണ്ടോ ഈ 2 സംഭവങ്ങളിലും? എന്നിട്ട് ആ ചെറുത്തുനിൽപ്പ് പാഴാക്കി 2 പേർക്കും
അവരെ രണ്ടുപേരെയും മരണത്തിലേക്ക് തന്നെ തള്ളിവിടുന്ന തരത്തിൽ, അല്ലെങ്കിൽ മരണത്തിന് വേണ്ടി ആ രീതിയിൽ തള്ളിവിടുന്ന തരത്തിൽ ശ്രമങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. ആ സംഭവങ്ങളിൽ ഒരു സമാനത തോന്നുന്നുണ്ടോ? അതെ, ഇത് ഇതിന്റെ കാര്യത്തിലും ഇതൊരു ആത്മഹത്യ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കൊല തന്നെയാണ്. ആ കുട്ടിക്ക് അത്രയും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ അത് ചെയ്യില്ല. അത്രയും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ പഠിക്കും. അതല്ലെങ്കിൽ അവന്റെ കുടുംബം കണ്ടാൽ അറിയാം അവൻ എന്ത് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ എവിടെ എത്തണമെന്ന് അവന് അത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു മെറിറ്റ് സീറ്റിൽ കയറണമെങ്കിൽ അതിപ്പോ എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് അറിയാം. ആ കുട്ടി അങ്ങനത്തെ ഒരു ലക്ഷ്യത്തോടെയാണ് പോയിരിക്കുന്നത്. അപ്പൊ അത്രയും സഹിച്ചുവെങ്കിൽ ഇതൊരു ആത്മഹത്യ ആയിരിക്കില്ല, ഉറപ്പാണ്. നമ്മുടെ മോനെ പൂക്കോട് പോയപ്പോ അവർ ആദ്യം പറഞ്ഞതാ ഇതൊരു സാധാരണ മരണമാണ്, വേറെ ഒന്നും ഒരു അസ്വാഭാവികത ഒന്നും കാണാനില്ല. ഓരോ മണിക്കൂർ കഴിയും തോറുമാണ് നമ്മൾ ഓരോന്നും അറിഞ്ഞു തുടങ്ങിയത്. എന്തെല്ലാം അവിടെ മറച്ചിരുന്നു, അവിടെ മറയ്ക്കാൻ ആരൊക്കെ അവിടെ രാത്രി എത്തിയിരുന്നു എന്നുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. അവരെന്തൊക്കെ ഈ DNA അസിസ്റ്റന്റ് വാർഡനെ നിയമപരമായി സഹായിക്കാൻ വേണ്ടി അവർ തിരികെ എടുക്കുന്നതിന് വേണ്ടി ബക്കറ്റ് പിരിവ് വരെ നടത്തിയിരുന്നു. അതിനകത്ത് ഇവർ തിരികെ എടുക്കാൻ വേണ്ടി സച്ചിന്റെ അവിടെ കാണിച്ചു കൂട്ടാത്ത കാര്യങ്ങളില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇവരുടെ സംരക്ഷണ വലയം വളരെ വലുതാണ്. അത് ഉള്ളിടത്തോളം കാലം ഈ പ്രതികളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും അറിയാം അവരുടെ പാർട്ടിപരമായിരുന്നാലും മറ്റുള്ള ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളാണ്. ഇപ്പോ ഈ സംഭവത്തിൽ നിതിന് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അമ്മ? കാരണം ഇന്ന് വളരെ നിസ്സഹായ അവസ്ഥ സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നിതിന്റെ അമ്മാവൻ പറഞ്ഞത് നമ്മൾ കേട്ടു. അവർ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. നിതിന് നീതി കിട്ടുമെന്ന് അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഒന്നിച്ചു നിൽക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരുടെ കുഞ്ഞായിരുന്നാലും നമ്മുടെ ഭാവി തലമുറയാണ്. നമ്മൾ അവരുടെ വീടുകളിൽ ഒന്നും വരാൻ കാത്തിരിക്കാതെ അടുത്തത് നമ്മുടെ കുഞ്ഞാകുമോ എന്നുള്ള രീതിയിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് നീതിക്കായി പോരാടുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വീട്ടില് നമ്മുടേത് മാത്രം എന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ പേർക്കും ഇതെപ്പോ വേണോ ഉണ്ടാകാം. നമ്മൾ ഒരു വിശ്വാസമില്ല. നമുക്ക് പഠിക്കാൻ പറഞ്ഞു വിടുന്ന ഒരമ്മമാർക്കും ഒരു വിശ്വാസമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരെ വിശ്വസിക്കുന്ന പോലെ നമ്മൾ പണ്ടേ മുതൽ വിശ്വസിക്കുന്ന കൂട്ടരാണ് അധ്യാപകര്. അവർ പോലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മാതാപിതാക്കളടുത്ത് ഞാൻ പറയുന്നത് ഒന്നിച്ചു നിൽക്കുക. ഇനി നമുക്കൊരു കുട്ടി ഇനിയെങ്കിലും ഒന്നും ഉണ്ടാകാതിരിക്കുക. അതിനുവേണ്ടി തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കുക. അതിപ്പോ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഏത് രീതിയിലായിരുന്നാലും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പറയാനുള്ളത് അവരുടെ ആ ജീവിതം ഇനിയിപ്പോ ഒരു മോനാണ്. നമുക്കറിയാലോ അവരെന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. തീർച്ചയായും ആ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നു. അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തീരാ നഷ്ടം തന്നെയായിരിക്കും, ആർക്കും നികത്താൻ പറ്റാത്ത നഷ്ടം തന്നെയായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ഞാൻ തിരിച്ചെത്താം. വിശ്വംഭരൻ അമ്മാവൻ തുടരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുവല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനുമായി BJP നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരം വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടലിനുള്ള സാധ്യത. ഇപ്പോൾ സസ്പെൻഷനാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് നടപടികളിലേക്ക് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോകും എന്നതിന്റെ സൂചനകളൊക്കെ ഉണ്ട്. ഇതിൽ കുടുംബം ഇനി ആവശ്യപ്പെടുന്നത് എന്താണ്? ഏത് അന്വേഷണത്തിലാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്? ആരെ സമീപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ഞങ്ങൾ നാളെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നാളെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.